ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചോക്ലേറ്റ് സ്പഞ്ച് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അത് എല്ലാ ചോക്ലേറ്റ് കേക്കിനും നമുക്ക് ബേസായിട്ട് വെക്കാൻ പറ്റും. അതിനായിട്ട് ആദ്യം തന്നെ നമ്മളൊരു കേക്ക് ടിന്ന് റെഡിയാക്കി എടുക്കണം. ബട്ടർ പേപ്പറൊക്കെ ഇതുപോലെ വെച്ച് കൊടുത്ത് ഒരു കേക്ക് ടിന്ന് റെഡിയാക്കി എടുക്കുക. അതിനുശേഷം ഫ്ലെയിം ഏറ്റവും ലോയിലാക്കിയിട്ട് ഇതുപോലെ അടി കട്ടിയുള്ള ഒരു പാത്രം നമ്മൾ ആദ്യം തന്നെ ഹീറ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് അരിച്ചെടുക്കണം. അതിനായിട്ട് 3/4 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, കൊക്കോ പൗഡർ 1/4 കപ്പ്. ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കുക. കട്ടയൊക്കെ കാണാം, അപ്പോൾ നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കുക. ഇത് 3 വട്ടം അരിച്ചെടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ 1 വട്ടം അരിച്ചെടുത്തതിന് ശേഷം വിസ്ക് വെച്ചിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇത് ഞാൻ 3 വട്ടം അരിച്ചെടുത്തതാണ്. ഇനി നമുക്ക് മുട്ടയൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ഞാനൊരു 3 മുട്ട ഇതുപോലെ പൊട്ടിച്ചൊഴിച്ച് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് പൊടിച്ച പഞ്ചസാരയാണ്. ഒരു 3/4 കപ്പ് പൊടിച്ച പഞ്ചസാര കുറേശ്ശെയായിട്ട് ഇതിലോട്ട് ആഡ് ചെയ്ത് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കുക. കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ നല്ല ക്രീമി ആയിട്ട് വരും. ഇതുപോലെ ഫ്ലഫി ആയി വന്നതിന് ശേഷം നമ്മൾ ഇതിനകത്തോട്ട് ഒരു 1/4 കപ്പ് ഓയിലൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. 1 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എല്ലായിടവും ഒന്ന് മിക്സ് ആകത്തക്കോണം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. തോനെ നേരം മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിപ്പം മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെയായിട്ട് നമുക്ക് ഇതിൽ ആഡ് ചെയ്ത് വിസ്ക് വെച്ചിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഞാൻ 3 വട്ടമായിട്ടാണ് ഇത് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തെടുത്തത്. അതിനുശേഷം നമുക്ക് കേക്ക് ടിന്നിലോട്ട്, നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന കേക്ക് ടിന്നിലോട്ട് ഈ ബാറ്റർ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കേക്ക് ടിന്നിൻ്റെ നിറഞ്ഞു പോകാതെ ഒരു 3/4 ഒഴിച്ച് വേണം നമ്മളിത് എടുക്കാൻ. അതിനുശേഷം നല്ലതുപോലെ ടാപ്പ് ചെയ്ത് കൊടുക്കണം. എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് പോകാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അതിനുശേഷം നേരത്തെ നമ്മൾ ചൂടാവാനായിട്ട് വെച്ചിരുന്ന പാത്രമില്ലേ, അതിലോട്ട് ഇറക്കി വെച്ച് കൊടുക്കുക. അതുകൊണ്ട് ഗ്ലാസ് കൊണ്ടുള്ള മൂടി വെച്ച് അടിച്ചിരുന്നാലും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തുറന്നു നോക്കേണ്ട ആവശ്യമില്ല. തുറന്നു നോക്കിയാൽ നടുക്ക് താന്നു പോകും. അപ്പം ഇതുപോലെ ഒരു പേപ്പറും വെച്ച് കൊടുക്കുക. ഒരു 15 മിനിറ്റ്സ് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് കേക്കൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ടൂത്ത് പിക്ക് കൊണ്ടൊന്ന് കുത്തി നോക്കുക. ഇത് ഒട്ടാതെ നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് റിമൂവ് ചെയ്തെടുക്കാം. ചൂടാറിയതിന് ശേഷം നമുക്ക് കേക്ക് ടിന്നിൽ നിന്ന് റിമൂവ് ചെയ്തെടുക്കാം. ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തുകൊണ്ട് നല്ല ഈസി ആയിട്ട് അത് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഈ ബട്ടർ പേപ്പർ എല്ലാം ഒന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് സ്പഞ്ച് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഏത് ചോക്ലേറ്റ് കേക്കിനും ബേസായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോയുമായിട്ട് ഇനിയും കാണാം. അതുവരെ ബൈ. ഹാവ് എ നൈസ് ഡേ.